CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുമരംപുത്തൂർ ചീരക്കുഴി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഡിവൈഎഫ്ഐ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി കുമരംപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കുപ്രചാരണമാണെന്നും റോഡ് നവീകരണം വൈകിയത് പഞ്ചായത്തിന്റെ പിടിപ്പുകേടല്ലെന്നും പ്രസിഡന്റ് രാജനാമ്പാടത്ത് പ്രതികരിച്ചു. ശ്രീകൃഷ്ണപുരം അയ്യപ്പൻകാവ് കടവ് റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതിൽ പ്രതിഷേധിച്ച് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി. അധികാരികളുടെ അനാസ്ഥ കാരണം റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന 15ഓളം സിമന്റ് ചാക്കുകൾ കട്ടപിടിച്ച് ഉപയോഗശൂന്യമായതായും കോൺഗ്രസ് ആരോപിച്ചു. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. അലനല്ലൂർ മില്ലുംപടിയിൽ ആദ്യ റീച്ചിലെ കലുങ്ക് നിർമ്മാണമാണ് ആരംഭിച്ചത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് 18.1 കിലോമീറ്റർ ദൂരമുള്ള ഈ ആദ്യ റീച്ചിന്റെ പണി നടത്തുന്നത്. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. പുലർച്ചെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലാണ് പുലിയുടെ ചലനങ്ങൾ വ്യക്തമായത്. ആടിനെ കെണിയായി വെച്ചിരുന്ന സ്ഥലത്തിന് സമീപത്തുകൂടിയാണ് ഇത്തവണയും പുലി കടന്നുപോയത്. ശ്രീകൃഷ്ണപുരം അയ്യപ്പൻകാവ് കടവ് റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതിൽ പ്രതിഷേധിച്ച് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി. അധികാരികളുടെ അനാസ്ഥ കാരണം റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന 15ഓളം സിമന്റ് ചാക്കുകൾ കട്ടപിടിച്ച് ഉപയോഗശൂന്യമായതായും കോൺഗ്രസ് ആരോപിച്ചു. ഒറ്റപ്പാലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡാണിത്. കാർഷിക മേഖലയായതിനാൽ നിരവധി കർഷകരും കാൽനട യാത്രക്കാരും ആശ്രയിക്കുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. 1-ാം ഘട്ടം എന്ന രീതിയിൽ അരികു കെട്ടലും അതുപോലെ തന്നെ മണ്ണിടലും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് വീണ്ടും പ്രവൃത്തി നടത്തുവാൻ കഴിഞ്ഞു എന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ അതിനുള്ള പ്രവൃത്തികൾ ഈ അയ്യപ്പൻകടവ് റോട്ടിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അയ്യപ്പൻകടവ് റോഡ് എന്ന് പറയുന്നത് കാർഷിക മേഖല ഉൾപ്പെടുന്ന പ്രദേശമാണ്. കർഷകരുടെ ഏരിയയാണ്. ആ കർഷകൻ്റെ പാടത്തേക്ക് വണ്ടി ഇറങ്ങുവാൻ, ഒരു ട്രാക്ടർ ഇറങ്ങുവാൻ, കണ്ടം പൂട്ടുവാൻ ഒരു സൗകര്യവും ഈ റോഡിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കർഷകർക്കും കൂടി ഗുണപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇത് എത്രയും പെട്ടെന്ന് അയ്യപ്പൻകടവ് പ്രദേശത്തെ റോഡ് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാകണം. എന്തായാലും ഈ റോഡിൻ്റെ അവസ്ഥ ദയനീയമാണ്. എത്രയും പെട്ടെന്ന് തന്നെ MLAയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടെയുള്ള അധ്യക്ഷന്മാർ ഫണ്ട് നീക്കിവെച്ച് ഇവിടുത്തെ ആളുകൾക്ക് ഉപകാരപ്പെടുത്തണം എന്ന് മാത്രമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, MC വിനോജ് രാമൻ, സംഗീത് S കുമാർ, വിഘ്നേഷ് MC, സുധീൻ AM എന്നിവർ അറിയിച്ചു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ പരിസര പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഇതിന്റെ ഉപയോഗം ലഭ്യമാക്കണമെന്ന് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിലവിലുള്ള അവസ്ഥയിൽ ഇത് കാട് മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ്. ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്നിപ്പോൾ ഇതുള്ളത്. ഇത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇതിൻ്റെ നിർമ്മാണത്തിന് കൊണ്ടുവന്നിട്ടുള്ള അനവധി ചാക്ക് സിമെൻറ്റുകൾ ഇവിടെ പാഴായി കിടക്കുന്നു. അത് കരിങ്കല്ല് പോലുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. അതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇനി ജനങ്ങൾ ഇവിടുത്തെ ഈ പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങൾ ഇതൊരു പ്രക്ഷോഭം തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേക്കൊന്നും പോകാതെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. CCN കടമ്പഴിപ്പുറം.
പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. പുലർച്ചെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലാണ് പുലിയുടെ ചലനങ്ങൾ വ്യക്തമായത്. ആടിനെ കെണിയായി വെച്ചിരുന്ന സ്ഥലത്തിന് സമീപത്തു കൂടിയാണ് ഇത്തവണയും പുലി കടന്നുപോയത്. പുലർച്ചെ 3:36 റോഡിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നതും 3:44 തിരികെ കയറിപ്പോകുന്നതും തുടർന്ന് 3:50 വീണ്ടും താഴേക്ക് ഇറങ്ങുന്നതുമായ 3 ദൃശ്യങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞത്. കഴിഞ്ഞ 6 മാസത്തിനിടെ പലതവണയായി ഈ മേഖലയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. മുൻപ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ കണ്ടത് പെൺപുലിയാണെന്ന് സംശയിക്കുന്നു. ഇതോടെ പ്രദേശത്ത് ഒന്നിലധികം പുലികൾ ഉണ്ടോയെന്ന ആശങ്കയും ശക്തമായി. അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് വനംവകുപ്പ് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രി, കളക്ടർ, DFO എന്നിവർക്ക് പലതവണ കത്തുകൾ നൽകിയിട്ടും അധികൃതർ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. CCN പെരിന്തൽമണ്ണ. കുമരംപുത്തൂർ ചീരകുഴി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് DYFI ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി കുമരംപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കുപ്രചാരണമാണെന്നും റോഡ് നവീകരണം വൈകിയത് പഞ്ചായത്തിന്റെ പിടിപ്പുകേടല്ലെന്നും പ്രസിഡന്റ് രാജനപ്പാടത്ത് പ്രതികരിച്ചു. എനിക്ക് പറയാനുള്ളത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾക്ക് പറയാനുള്ളത്, അതിൽ ആരോപണം ഉന്നയിക്കുന്നവർ, ഇത് ഞാൻ മനസ്സിലാക്കുന്നൊരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന സമയത്ത് അതിന്റെ CPMന്റെ LDFന്റെ കുപ്രചരണമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുകൾക്ക് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട്, അവിടെ നാട്ടുകാർ ആവശ്യപ്പെട്ട ആ വാർത്തയിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുകൾക്കും ഭരണസമിതികൾക്കും അത് വളരെ സൗഹാർദ്ദം തന്നെയാണ്. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന റോഡ് കഴിഞ്ഞ കാലങ്ങളൊക്കെ പരിഗണിച്ച പോലെ ഇപ്പോഴും പരിഗണിക്കാൻ തയ്യാറാണ്. പക്ഷേ 6ാം വാർഡ് കഴിഞ്ഞ തൊട്ടടുത്ത് 7ാം വാർഡാണുള്ളത്. കുറച്ചുകാലം മുൻപ് റവന്യൂ മന്ത്രി 10 ലക്ഷം രൂപ പ്രളയഫണ്ടായി അനുവദിച്ചെന്ന് കാണിച്ച് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഇതുകാരണമാണ് പഞ്ചായത്ത് റോഡിനായി ഫണ്ട് നീക്കിവെക്കാതിരുന്നത്. എന്നാൽ അടുത്തിടെ നടത്തിയ അന്വേഷണത്തിൽ അത്തരമൊരു ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി. ഇത് പഞ്ചായത്തിനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പ്രസിഡന്റ് ആരോപിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ പ്രളയം പോലത്തെ വിഷയം വന്നപ്പോൾ അവിടെ 10 ലക്ഷം രൂപ റവന്യൂ മിനിസ്ട്രിയുടെ പ്രത്യേക താല്പര്യമെടുത്ത് പാസ്സായി എന്നുള്ള ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് റവന്യൂ മന്ത്രി രാജന്റെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചുകൊണ്ട് അവിടെ 10 ലക്ഷം രൂപ ചെലവായി എന്നുള്ളത്. ആ സമയത്ത് അവിടെ ശോചനീയാവസ്ഥ സമയത്ത് അവിടുത്തെ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇങ്ങനെ 10 ലക്ഷം രൂപ ഇവിടെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അവിടേക്ക് ഫണ്ട് വെക്കണ്ട എന്നുള്ളത് അന്നത്തെ ജനപ്രതിയൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അന്ന് നമ്മൾ അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇങ്ങനെ 10 ലക്ഷം ഉണ്ട് എന്ന് കരുതിയിട്ടാണ് ആ സമയത്ത് ഫണ്ട് വെക്കാന്നത്. അപ്പോ ആ 10 ലക്ഷം ഇല്ല എന്നുള്ളത് നമ്മളിപ്പോ ഇപ്പൊ കുറഞ്ഞ മാസങ്ങളായിട്ടാണ് അത് അറിയാൻ സാധിച്ചത്, അങ്ങനെ ഫണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോ ഇവിടെ ആരോപണം ഉന്നയിക്കുന്നവർ ആ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാരണം 10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് റവന്യൂ മിനിസ്ട്രിയുടെ പ്രത്യേക പ്രളയ ഫണ്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് ഫണ്ട് വെക്കുന്നത്. അതും തെറ്റിദ്ധരിക്കുന്ന ഒരു വാർത്തയായിട്ടാണ്. അതും ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലക്ക് അറിയിക്കുന്നത്. നിലവിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി വൈസ് പ്രസിഡന്റ് 2 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പഞ്ചായത്തിന് ലഭിക്കുന്ന തുച്ഛമായ ഫണ്ട് ഉപയോഗിച്ച് റോഡ് നവീകരിക്കുന്നത് പ്രയാസമാണെന്നും MLA ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെട്ട് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. നമുക്കറിയാം, ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് പശ്ചാത്തല മേഖല നമുക്ക് തുച്ഛമായ ഒരു സംഖ്യ കൊടുക്കാൻ പറ്റും. 7ാം വാർഡ് മെമ്പറായ ഞങ്ങളുടെ സഹപ്രവർത്തക രുക്മിണി കുഞ്ചീരത്താണ് 7ാം വാർഡിലെ ജനപ്രതി എന്ന നിലയ്ക്ക്. അവർക്ക് കിട്ടുന്ന ആ റോഡുകൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ അവരുടെ ഭാഗത്ത് വെച്ചില്ല എന്നുള്ള പരാതിയാണ് മറ്റുള്ള ആൾക്കാർ പ്രകടിപ്പിക്കുന്നത്. എന്നിരുന്നാലും കിട്ടുന്ന ഫണ്ടിനനുസരിച്ച് അവിടെ ഫണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് UDF തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു പ്രചരണം, അല്ലെങ്കിൽ UDFന്റെ ഭരണസമിതിയായ ഈ ഭരണസമിതി തിരിഞ്ഞു നോക്കുന്നില്ല ഒരു വ്യാപകമായ പ്രചരണം, അത് വളരെ തെറ്റാണ്. ഇത് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് ആ DYFI കുമരംപുത്തൂർ മേഖലാ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയത്. എന്തായാലും അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. ഇവിടെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളൊക്കെ ഫണ്ട് വെച്ചിട്ട് ഇനിയും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫണ്ട് വെക്കാൻ വരാൻ പോകുന്ന വർഷത്തിൽ ഈ ഭരണസമിതി എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ചെയ്യും. അതുപോലെ MLAയോ അല്ലെങ്കിൽ ബ്ലോക്കിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഫണ്ട് അതിന്റെ ഒരു ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഭരണസമിതി തയ്യാറാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുളം നവീകരണവുമായി ബന്ധപ്പെട്ട് DYFI നടത്തിയ പ്രസ്താവനയെയും പ്രസിഡന്റ് പരിഹസിച്ചു. ശ്രീരാജ് വെള്ളപ്പാടം പോലെയുള്ള നേതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് DYFI ഇതിൽ പ്രതികരണം നടത്തിയത്. അത് വായിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ആ വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടു. വളരെ തമാശയായിട്ടാണ് തോന്നിയത്. നിലവിൽ കുമരംപുത്തൂർ DYFIന്റെ ഭാരവാഹികളാണ് ആ വാർത്ത കൊടുത്തില്ലെന്ന് മനസ്സിലാക്കുന്നത്. എനിക്ക് വളരെ സ്നേഹത്തോട് പറയാനുള്ളത്,
നിലവില് ശ്രീരാജ് വെള്ളപ്പാടൻ ഇതും ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും ഒരു തുക എഴുതി കൊടുത്ത് അത് വായിക്കാൻ അറിയുന്ന ആളെ കയ്യിൽ കൊടുത്ത് ബയറ്റ് പറയിപ്പിക്കാനായിരിക്കും നല്ലത്. 2 കോടി ചെലവഴിച്ചുകൊണ്ടൊരു കുളം നിർമ്മിച്ചു, അതൊരു ആർഭാടം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാതെ ഈ കുട്ടി ഡിവൈഫിന്റെ ആൾക്കാർ കൊടുക്കുമ്പോൾ ശ്രീരാജ് വെള്ളപ്പാടം പോലുള്ള നേതാക്കന്മാർ ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് അവരെ കയ്യിൽ കൃത്യമായ തുക എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ വായിച്ചു കൊടുക്കണം. ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 23 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് പള്ളിക്കുന്ന് വലിയ കുളം നവീകരണം ചെയ്തത്. അത് ഒരു വികസന മുരടിപ്പായിട്ട് ഡിവൈഫ് കാണുന്നുണ്ടെങ്കിൽ അവരുടെ തലയിൽ ഓളമില്ല എന്നാണ് പറയാനുള്ളത്. ഏതാണ്ട് 2 കോടിയോളം രൂപ അനുവദിച്ചു പറഞ്ഞിട്ട് ശിലാഫലകം ഉൾപ്പെടെ അവിടെ കാണാൻ സാധിച്ചു. അത് ഉള്ള ഒരു സംഭവമാണല്ലോ. ഇല്ല, ഈ 2 കോടിയുടെ ശിലാസ്ഥാപനം അവിടെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല 23,18,000 രൂപയാണ് കണ്ടിട്ടുള്ളത്. അത് എവിടുന്നാണ് നിങ്ങൾക്ക് വാർത്ത കിട്ടിയെന്ന് എനിക്കറിയില്ല. അവിടെ ശിലാസ്ഥാപനം വെച്ചിട്ടുള്ളത് 23,18,000 രൂപയാണ്. അത് എവിടുന്നാണ് അവർക്ക് കിട്ടിയവരെ അറിയില്ല. എന്തായാലും 23,18,000 രൂപയാണ് അവിടെ ശിലാസ്ഥാപനം വെച്ചിട്ടുള്ളത്. അതേസമയം കുളം നവീകരണത്തിന് 2.31 കോടി രൂപ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാട്സാപ്പ് സ്ക്രീൻഷോട്ട് പഞ്ചായത്ത് അംഗം നൌഫൽ തങ്ങളുടേതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. സ്ക്രീൻഷോട്ടിന്റെ മുകളിൽ നൌഫൽ തങ്ങളുടെ ചിത്രം മങ്ങിയ രൂപത്തിൽ കാണാം. CCN മണ്ണാർക്കാട്. മലപ്പുറത്ത് നടന്ന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന അദാലത്തിൽ 122 പരാതികൾ പരിഗണിച്ചപ്പോൾ 99 എണ്ണത്തിലും പരിഹാരമായി. കമ്മീഷൻ അംഗങ്ങളായ TK വാസു, അഡ്വക്കേറ്റ് സേതു നാരായണൻ എന്നിവരാണ് അദാലത്തിന് നേതൃത്വം നൽകിയത്. 122 പരാതികൾ ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ പരിഗണിക്കുകയും പരിഗണിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഈ പരാതികളിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വിഭാഗത്തിലുള്ള പരാതികൾ 36 പരാതികൾ റവന്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി, പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 26 പരാതികളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി 30-ലേറെ പരാതികൾ. അങ്ങനെ വരുമ്പോൾ ഈ പരാതികൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്തുകൊണ്ടാണ് അദാലത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് പരാതിയുണ്ട്, നിരവധിയായിട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ടു അതിൻ്റെ ഉദ്യോഗസ്ഥ രംഗത്തുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള പരാതികളുണ്ട്. അങ്ങനെ വിവിധ പരാതികളുടെ ഭാഗമായിട്ട് ഈ 122 പരാതികളിൽ 2018 പരാതി 2 എണ്ണവും, 2019 3 പരാതിയും, 2020 11 പരാതികളും അടക്കമുള്ള 122 പരാതികളാണ് പരിഗണിച്ചത്. ഇന്നലെ നടത്തിയ ഞങ്ങൾ പരിഗണിച്ചത് 64 പരാതികളാണ്. ഈ 64 പരാതികളിൽ 49 പരാതികൾക്ക് പൂർണ്ണമായ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി കഴിയും. ചില പരാതികൾ കുറെ കൂടി അന്വേഷണവും അതിൻ്റെ റിപ്പോർട്ടുകളും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പരാതികൾ മാറ്റിവെക്കുകയാണ്. അപ്പോൾ 49 പരാതികൾ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് പരിശോധിച്ച് പരിഹരിക്കാനായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായി. കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച സംഭവത്തിൽ തുടരന്വേഷണത്തിന് കമ്മീഷൻ ഉത്തരവിട്ടു. ഈ കേസിൽ നേരത്തെ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. തിരൂർ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അദാലത്തിൽ ലഭിച്ച പരാതികളിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 36 പരാതികൾ. അദാലത്തിൽ പരിഹാരം കണ്ട പരാതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭിന്നശേഷിക്കാരനായ ഒരാൾക്ക് വീൽ ചെയർ കൊണ്ടുപോകാൻ വഴി ആവശ്യപ്പെട്ടു നൽകിയ അപേക്ഷ. സ്ഥലമുടമ 3 അടി വീതിയിൽ 30 മീറ്റർ നീളത്തിൽ വഴി നൽകാൻ സമ്മതം അറിയിച്ചു. ഇത് അളന്ന് തിട്ടപ്പെടുത്താൻ പഞ്ചായത്ത് അധികൃതരോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കമ്മീഷൻ സെക്ഷൻ ഓഫീസർ വി വിനോദ് കുമാർ, പട്ടികജാതി വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം കെ ബാലകൃഷ്ണന് പി മമ്മിക്കുട്ടി MLA നൽകി. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് ഗുരുശ്രേഷ്ഠ പുരസ്കാരം. ശ്രീ കെ പി രാജാനന്ദ്, ശ്രീ രാമേന്ദ്രൻ, ശ്രീ കെ ആർ രവി തുടങ്ങിയ ആളുകളും ഒപ്പമുണ്ട്. എല്ലാവരും അടുത്തതായി പുരസ്കാരം സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ബാലകൃഷ്ണ മാസ്റ്റർക്ക് മലബാർ സൗഹൃദവേദിയിലെ 2025 ഗുരുശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കുന്നു.
കർഷകശ്രീ അവാർഡ് നേടിയ ചെർപ്പുളശ്ശേരി ശബരി ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഇല്ലാതെ ഒരു കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ട്. അല്ല, ബാലകൃഷ്ണൻ മാഷിന് നിർബന്ധം ഉണ്ടായിട്ടല്ല, ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സമാധാനവും സ്വൈര ജീവിതവും ശാന്തിയും നിലനിർത്തുന്നതിന് വേണ്ടി കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ജനം എവിടെയാണോ അവിടെ ആയിരിക്കണം നമ്മൾ എന്നാണ്. എവിടെയാണ് ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തായിരിക്കണം. എവിടെയാണോ ജനങ്ങൾ, ജനങ്ങളുടെ ഭാഗത്തായിരിക്കണം നമ്മൾ. നമ്മൾ എവിടെ ഉണ്ടാകണം എന്നാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ഉണ്ടായിരിക്കും നമ്മൾ. അതാണ് ജനങ്ങൾ എവിടെയാണോ അവിടെ ആയിരിക്കണം എന്നാണെന്നും നാം എവിടെ ഉണ്ടായിരിക്കണമെന്നാണോ ജനം ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ നാം ഉണ്ടാകണമെന്ന് മനസ്സിലായിരിക്കും. ആ രീതിയിലുള്ള ഒരു ഇടപെടലാണ് സഖാവ് ബാലകൃഷ്ണൻ മാസ്റ്റർ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ആ നിലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകയാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് മലബാർ സൗഹൃദ വേദി ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാഗരത്ന മണ്ണൂർ രാജകുമാരനുണ്ണി മുഖ്യാതിഥിയായി. കെ.ബി. രാജാനന്ദ് പ്രഭാഷണം നടത്തി. ചടങ്ങിൽ കർഷകൻ KM ഹനീഫ കല്ലൂരിനെ ആദരിച്ചു. CPIM ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ, കോൺഗ്രസ് നേതാവ് KM ഇസ്ഹാഖ്, TP വിനോദ് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി KA ഹമീദ്, ദേശീയ ശിശു സൗഹൃദ പുരസ്കാര ജേതാവ് KR രവി പെരിന്തൽമണ്ണ, ഡോക്ടർ അമൃതം കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് P. ജയൻ, ബിജുമോൻ പന്തിരിക്കുലം, P. ശ്രീകുമാർ, ഡോക്ടർ K. അജിത് മാരായമംഗലം, എഴുത്തുകാരൻ VA രാജൻ എഴ്ക്കാട്, K. രാജ്മോഹൻ, ഹുസൈൻ കല്ലൂർ, C. ജയകൃഷ്ണൻ, ശാലിനി മുരളി, പുരസ്കാര ജേതാവ് K. ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. LSS നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CCN ചെർപ്പുളശ്ശേരി. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. അലനല്ലൂർ മില്ലുംപടിയിൽ ആദ്യ റീച്ചിലെ കലുങ്ക് നിർമ്മാണമാണ് ആരംഭിച്ചത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് 18.1 കിലോമീറ്റർ ദൂരമുള്ള ഈ ആദ്യ റീച്ചിന്റെ പണി നടത്തുന്നത്. മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറ മുതൽ കുമരംപുത്തൂർ ചുങ്കം വരെ 17 കലുങ്കുകളാണ് നിർമ്മിക്കേണ്ടത്. ഇതിൽ പുതിയ കലുങ്കുകൾ നിർമ്മിക്കുന്നതിനൊപ്പം നിലവിലുള്ള കലുങ്കുകളുടെ നവീകരണവും നടത്തും. 5 പുതിയ കലുങ്കുകൾ നിർമ്മിക്കുകയും 5 എണ്ണം പുനർനിർമ്മിക്കുകയും ചെയ്യും. ശേഷിക്കുന്ന 7 കലുങ്കുകൾ വ്യത്യസ്തമാക്കാനാണ് പദ്ധതി. ഉണ്ണിയൽ ജംഗ്ഷൻ, പാലക്കാഴി, അലനല്ലൂർ, അയ്യപ്പൻകാവ്, കുമരംപുത്തൂർ തുടങ്ങിയ ഭാഗങ്ങളിലാണ് പുതിയ കലുങ്കുകൾ നിർമ്മിക്കുക. കലുങ്ക് നിർമ്മാണത്തിന് 2 മാസം മുൻപ് തന്നെ അഴുക്കുചാൽ നിർമ്മാണവും ആരംഭിച്ചിരുന്നു. തകർന്ന റോഡിലെ കുഴികൾ കരാർ കമ്പനി അടച്ചു വരുന്നുണ്ടെങ്കിലും മഴ കാരണം റോഡുകൾ വീണ്ടും തകരുന്നതായി കാണുന്നുണ്ട്. റോഡിന്റെ നിർമ്മാണത്തിന് തടസ്സമായ പാതയോരങ്ങളിലെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതും KSEB വൈദ്യുത തൂണുകൾ മാറ്റുന്നതിനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മലയോര മേഖലയിലെ ഗതാഗതത്തിന് വലിയ സഹായകമാകും. CCN ചത്തല്ലൂർ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മേലെ കൊടക്കാട് വെച്ച് കാറിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.
അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ കണ്ടമംഗലം വള്ളുവമ്പുഴ സ്വദേശി നിസാറിന് പരിക്കേറ്റു. അമിത വേഗത്തിലെത്തിയ കാർ ഒരേ ദിശയിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ റോഡിൽ നിന്ന് തെന്നി മാറി മറിയുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പരിക്കേറ്റ നിസാറിനെ ആദ്യം വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് കൂടുതൽ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. CCN ചത്തല്ലൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കലത്താണി, തൊടുകാപ്പ്, മണലമ്പുറം എന്നിവിടങ്ങളിലെ അപകടകരമായ കുഴികൾ ഉടൻ നികത്തണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി പ്രഭാത പ്രതിഷേധം സംഘടിപ്പിച്ചു. പാതാള കുഴികൾ കാരണം ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവാവുകയും അടുത്തിടെ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടി ദേശീയപാത അധികൃതർക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നു. ദേശീയപാതയായതിനാൽ വലിയ വാഹനങ്ങൾ അതിവേഗത്തിലാണ് ഈ ഭാഗത്തു കൂടി കടന്നു പോകുന്നത്. കുഴികൾ കാരണം ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് സമയത്തിന് ഓടിയെത്താൻ കഴിയുന്നില്ലെന്നും ഗതാഗതക്കുരുക്ക് പതിവാണെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. സർക്കാരിൻ്റെ അനാസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്. സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴി കാരണം നമുക്കുണ്ടാകുന്ന സമയം വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിലുപരി സമ്പത്ത് നഷ്ടവും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എത്രയും വേഗം ഈ വലിയൊരു കുഴി ഉണ്ടാവാത്ത രീതിയിൽ തന്നെ തീർക്കേണ്ട ആളുകൾ വലിയ കുഴിയായി അതിലൂടെ വലിയ ലാഭം കിട്ടുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മഴ കാരണം അല്ലെങ്കിൽ ഒരു വെയിൽ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ജീവനും സമയവും സമ്പത്തിനും വില നൽകാത്ത ഈ സർക്കാരിന്റെ അനാസ്ഥയാണ്. മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ K. മൂസ, അബ്ദുൾ റസാഖ്, CP സലീം, അബ്ദുൽ ഹമീദ് PC എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. CCN ചത്തല്ലൂർ. തൊഴിലുറപ്പ് മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ കടമ്പഴിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കടമ്പഴിപ്പുറം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം ദ്വാരകനാഥൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ശാന്ത അധ്യക്ഷത വഹിച്ചു. ശ്രീവത്സൻ സ്വാഗതം പറഞ്ഞു. ശ്രീലത, P. സുബ്രഹ്മണ്യൻ, C. കൃഷ്ണൻകുട്ടി, വിജയൻ എന്നിവർ സംസാരിച്ചു. ശ്യാമള നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. പട്ടികജാതി ക്ഷേമ സമിതിയുടെ 2025 മെമ്പർഷിപ്പ് വിതരണത്തിന്റെ മണ്ണമ്പറ്റ് വില്ലേജ് തല ഉദ്ഘാടനം PK സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA നിർവഹിച്ചു. വില്ലേജ് പ്രസിഡന്റ് MP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P. അരവിന്ദാക്ഷൻ, C. ഹരിദാസൻ, P. ദിനേശ്, C. രാജിക, VK രാധിക, KK ലിനി എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അധ്യാപകമാരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു. ഭിന്നശേഷി നിയമനം, DA കുടിശ്ശിക, ശമ്പള കുടിശ്ശിക, ശമ്പള കമ്മീഷൻ നിയമനം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. KSTU ജില്ലാ പ്രസിഡന്റ് NP മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി മജീദ് കാടേങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി. CCN മലപ്പുറം. തൂത ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി നടന്നു. 3 ഗജവീരന്മാർ ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി ഭക്തർ ചടങ്ങുകൾക്കായി ക്ഷേത്രത്തിൽ എത്തിയിരുന്നു.
ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ, കോത്ര വൈഷ്ണവം ഗോപികൃഷ്ണൻ, പടിഞ്ഞാറെ മഠം ശിവശങ്കരൻ എന്നീ ഗജവീരന്മാരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പുലർച്ചെ 4 മണിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തന്ത്രി നാരായണമംഗലത്ത് ആമിയൂർ മനക്കൽ രാമൻ പട്ടിതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 5:30 അഷ്ടപതിയും തുടർന്ന് 8 മണിക്ക് ഗജപൂജയും 9 ആനയൂട്ടും നടന്നു. രാവിലെ 8 മുതൽ ഭക്തർക്കായി പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. രാവിലെ 10 മുതൽ പ്രസാദ വിതരണവും ആരംഭിച്ചു. ക്ഷേത്രത്തിൽ ഇല്ലം നിറയും പുത്തിരി നിവേദ്യവും നടന്നു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമരംപുത്തൂർ ചീരക്കുഴി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഡിവൈഎഫ്ഐ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി കുമരംപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കുപ്രചാരണമാണെന്നും റോഡ് നവീകരണം വൈകിയത് പഞ്ചായത്തിന്റെ പിടിപ്പുകേടല്ലെന്നും പ്രസിഡന്റ് രാജനാമ്പാടത്ത് പ്രതികരിച്ചു. ശ്രീകൃഷ്ണപുരം അയ്യപ്പൻകാവ് കടവ് റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതിൽ പ്രതിഷേധിച്ച് 3 വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി. അധികാരികളുടെ അനാസ്ഥ കാരണം റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന 15ഓളം സിമന്റ് ചാക്കുകൾ കട്ടപിടിച്ച് ഉപയോഗശൂന്യമായതായും കോൺഗ്രസ് ആരോപിച്ചു. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. അലനല്ലൂർ മില്ലുംപടിയിൽ ആദ്യ റീച്ചിലെ കലുങ്ക് നിർമ്മാണമാണ് ആരംഭിച്ചത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് 18.1 കിലോമീറ്റർ ദൂരമുള്ള ഈ ആദ്യ റീച്ചിന്റെ പണി നടത്തുന്നത്. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. പുലർച്ചെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലാണ് പുലിയുടെ ചലനങ്ങൾ വ്യക്തമായത്. ആടിനെ കെണിയായി വെച്ചിരുന്ന സ്ഥലത്തിന് സമീപത്തുകൂടിയാണ് ഇത്തവണയും പുലി കടന്നുപോയത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, providing care with kindness.